أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1246 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 1-2 ആയത്തുകളുടെ 3-ാം ദിവസ തുടർ പഠനമാണ് ഇന്നും ആരംഭിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗത്താണ്. ദിവസങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ഒരു അധ്യായ പരിചയം നമ്മൾ നടത്തുകയുണ്ടായി. ഇപ്പോ അതിന്റെ ആദ്യത്തെ 2 ആയത്തുകളാണ് നമ്മൾ അതിന്റെ വിശദീകരണങ്ങളോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു പക്ഷെ 1-2 ദിവസങ്ങൾ കൂടി ഈ ദൈവിക വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അതിന്റെ ഒരു ഭാഗം ഇന്ന് ചെയ്യുകയാണ്. ഈ 2 ആയത്തുകളിലായിട്ട് വളരെ ഗൗരവമുള്ള ഒരു ആമുഖം ഈ സൂറത്തിന് 1-ാമത്തെ ആയത്തില് നമ്മൾ കാണുകയുണ്ടായി. നിശ്ചയമായിട്ടും നാം അവതരിപ്പിച്ചിരിക്കുന്ന, നാം നിർബന്ധമായും പാലിക്കേണ്ട വിധത്തില് നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അധ്യായമാണിത്. അതില് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ബോധമുള്ളവരായി, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളവരായി മാറുന്നതിന് വേണ്ടി എന്നാണ് ഇതിന്റെ ആദ്യത്തെ ആയത്തില് സൂചിപ്പിക്കുന്ന കാര്യം. തുടർന്ന് വ്യഭിചാരിണിയും വ്യഭിചാരിയും രണ്ടുപേരെയും ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ, രണ്ടുപേരെയും നിങ്ങൾ, അവരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി വീതം അടിക്കുക. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്ത്, അവരുടെ കാര്യത്തില് നിങ്ങളെ ദാക്ഷിണ്യം പിടികൂടാതിരിക്കട്ടെ. ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്ക് തടസ്സമാകുന്ന വിധത്തില് അവരോട് കാരുണ്യമോ ദാക്ഷിണ്യമോ ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കട്ടെ. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെങ്കിൽ വല്യശ്ഹദ് അദാബഹുമാ ത്വാഇഫത്തും മിനൽ മുഅ്മിനീൻ, ഇവർക്ക് നടപ്പാക്കപ്പെടുന്ന ശിക്ഷ സത്യവിശ്വാസികളിൽ ഒരു സംഘം അതിന് സാക്ഷികളുമാവട്ടെ എന്നാണ് ഈ രണ്ടായത്തുകളിലായിട്ട് പറയപ്പെടുന്നത്. വ്യഭിചാര വിപത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മുക്തരാക്കുക എന്നതാണ് ഈ നിയമനിർമ്മാണത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരെയും ശാരീരികമായി വേദനിപ്പിച്ച് പ്രഹരമേൽപ്പിച്ച് പ്രയാസപ്പെടുത്തുക എന്നതല്ല, മറിച്ച് സമൂഹത്തിൽ സദാചാരവും ധാർമ്മികതയും നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവണം. സമൂഹത്തിന്റെ അടിത്തറ ഇളക്കിക്കളയുന്ന വിധത്തിലുള്ള സാൻമാർഗികത അങ്ങനെ പടർന്നു പിടിക്കാൻ അവസരം ഉണ്ടാവരുത്. അപ്പോ സമൂഹത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ നിലനിൽപ്പ് കുടുംബത്തെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. കുടുംബങ്ങളുടെ നിലനിൽപ്പ് വിവാഹബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. വിവാഹബന്ധത്തിന്റെ നിലനിൽപ്പ് ലൈംഗിക സദാചാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഉള്ളതാണ്. അതുകൊണ്ട് വളരെ അടിസ്ഥാനപരമായി തന്നെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് സമൂഹത്തിലെ അംഗങ്ങൾ ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കുക, ലൈംഗിക ചോദനകളെ നിവർത്തിക്കാൻ ഒരു വ്യവസ്ഥയും സംവിധാനവും ഒക്കെ പാലിക്കപ്പെടുക എന്നത്. അപ്പോ ഈ മറിച്ച് കുത്തഴിഞ്ഞ സാമൂഹ്യ സദാചാര വ്യവസ്ഥ തകർന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, കുത്തഴിഞ്ഞ സാമൂഹ്യമായ ഒരു ക്രമം നിലവിൽ വരികയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ തകർന്നു പോകും, അല്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയുണ്ടാവും. വ്യക്തികൾ എന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത് കുടുംബം എന്ന കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. വിവാഹം എന്ന ആശയം പ്രവർത്തനക്ഷമമായതുകൊണ്ടാണ്. മനുഷ്യന്റെ ശാരീരികമായ ചോദനകളെ നിവർത്തിക്കാൻ വേണ്ടി ലൈംഗികതയ്ക്ക് എന്തെങ്കിലും വഴികൾ സ്വീകരിക്കുന്നു എങ്കിൽ ലൈംഗിക ചോദനകളുടെ പൂർത്തീകരണം നടന്നു എന്ന് വരും. പക്ഷെ ഒരു സമൂഹത്തിന്റെ ഭദ്രമായ നിലനിൽപ്പ് അതിലൂടെ ആർജിക്കാൻ സാധ്യമല്ല. വിവാഹത്തിന്റെ പരിരക്ഷയില്ലാത്ത വിധത്തിലാണ് സ്ത്രീയും പുരുഷനും ഇണചേരുന്നതെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങളെ ഒന്നും നേരിടാൻ പുരുഷൻ രംഗത്തുണ്ടാവുകയില്ല. സ്ത്രീക്ക് തനിച്ച് അതൊന്നും ഏറ്റുവാങ്ങാനും കൈകാര്യം ചെയ്യാനും കഴിഞ്ഞുകൊള്ളണം എന്നുമില്ല. അപ്പൊ അള്ളാഹു മനുഷ്യരെ സംവിധാനിച്ചിട്ടുള്ളത് തന്നെ മനുഷ്യരുടെ ശരീരത്തിനെയും അവരുടെ മനസ്സിനെയും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തന്നെ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ആകണം എന്നുള്ള നിലക്കാണ്. മനുഷ്യൻ ഏറ്റവും ഏറെ മാനസിക വിഭ്രാന്തിയും പിരിമുറുക്കവും ഒക്കെ അനുഭവിക്കുന്ന ഒരു മേഖല കുടുംബത്തില് നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനം അതിന്റെ കാരണത്താലാണ് എന്നത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് പേര് അവരുടെ സങ്കീർണമായ മാനസിക അവസ്ഥകളിലേക്ക് പോകുന്നതില് കുടുംബത്തിന്റെ കണ്ണിയറ്റു പോകുന്നതും കുടുംബത്തിനകത്ത് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഉണ്ടാകുന്ന വിള്ളലും വീഴ്ചകളും ഒക്കെ കാരണമായിട്ടൊക്കെയാണ് എന്നത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റിലേഷൻഷിപ്പ് സംബന്ധമായുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് പലപ്പോഴും ധാരാളം ആളുകൾ നമ്മുടെ കാലഘട്ടത്തില്
സൈക്യാട്രിസ്റ്റുകളെ സമീപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് എന്നതും നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വ്യഭിചാരത്തിന്റെ അല്ലെങ്കിൽ വഴിവിട്ട ജീവിത രീതിയുടെ, കുത്തഴിഞ്ഞ ജീവിത രീതിയുടെ വിപത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മുക്തരാക്കാൻ അള്ളാഹു വളരെ വിപുലമായ സംവിധാനങ്ങളാണ് വെച്ചിട്ടുള്ളത് എന്നത് കാണാൻ കഴിയും. അത് ശിക്ഷാ നടപടി മാത്രമല്ല, ഒരുപാട് അതിന് ശിക്ഷാ നടപടിക്ക് പോലും കാര്യങ്ങള് നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ മനുഷ്യ സമൂഹം എത്തും. ഇതുപോലെയുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ സമൂഹത്തില് അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരായിട്ട്, അങ്ങനെയുള്ള ശിക്ഷയൊന്നും നൽകപ്പെടേണ്ടവരായിട്ടല്ലാത്ത, ആരുമില്ലാത്ത അല്ലെങ്കിൽ വിരളമായ ആളുകൾ മാത്രമുള്ള അവസ്ഥയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ മനുഷ്യ സമൂഹം എത്തും. ഒടുക്കം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ആരും പറയുക പോലും ചെയ്യാത്തൊരവസ്ഥ സംജാതമാകും. പല പടിഞ്ഞാറൻ നാടുകളിലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. വളരെ ക്രമപ്രവൃദ്ധമായ രീതിയിലാണ് അള്ളാഹു ഈ വ്യഭിചാര വിപത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തി 1-2 വർഷത്തിനുള്ളിൽ തന്നെ, ഹിജറ 3-ാം വർഷത്തിലാണ്, അതിന്റെ തുടക്കത്തിലാണ് സൂറത്തു നിസായില് വളരെ ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഈ മാൻ ആൻഡ് വുമൺ റിലേഷൻഷിപ്പ് സംബന്ധമായി അള്ളാഹു നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സൂറത്തു നിസാ നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഹിജറ 3-ാം വർഷത്തിലും വ്യഭിചാരം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പരിചയപ്പെടുത്തുകയും എന്നാൽ അതിനുള്ള ശിക്ഷാവിധി എന്താണെന്ന് തീരുമാനിക്കാതെ വെക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ നിങ്ങൾ അള്ളാഹുവിന്റെ തീർപ്പുണ്ടാകുന്നത് വരെ തടഞ്ഞു വെക്കാനും അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു ഒരു വിധി ഇറക്കുകയോ അവരുടെ മരണം സംഭവിക്കുകയോ ചെയ്യുന്നത് വരെ നിങ്ങൾ അവരെ വീട്ടുതടങ്കലിലാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം നമുക്കവിടെ സൂറത്തു നിസായില് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത് സംബന്ധമായ ഗൗരവമുള്ള ഒരു തീരുമാനം, ഒരു ദൈവിക വിധി വൈകാതെ തന്നെ നൽകപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ സൂചന. തുടക്കത്തില് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. വീട്ടുതടങ്കലിലാക്കി തടഞ്ഞു വെക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകുന്നത് വരെയോ മരണം സംഭവിക്കുന്നത് വരെയോ അവരെ ആ വിധത്തില് തടവിലാക്കി വെക്കാനൊക്കെ നിർദ്ദേശിച്ച ആ നടപടിയിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. വളരെ ലളിതമായ, നിസ്സാരമായ, അവഗണിക്കാവുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ അങ്ങനെ തടഞ്ഞു നിർത്തുക, തടവിലാക്കി വെക്കുക, മരണം സംഭവിക്കുന്നത് വരെ തടവിലിടുക, ജീവപര്യന്തം തടവാണല്ലോ, അല്ലെങ്കിൽ മരണം വരെ തടവാണല്ലോ അത്. അപ്പോ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകപ്പെടുമായിരുന്നില്ല. അത് വളരെ ലളിതമായ ഒരു കാര്യമായിരുന്നു എങ്കിൽ. അപ്പോ ഹിജറ 3-ാം വർഷത്തിൽ തന്നെ സൂറത്തു നിസായില് അങ്ങനെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അന്ന് ആ ഘട്ടത്തില് സമൂഹത്തെ നൽകപ്പെടാൻ പോകുന്ന ഈ വിഷയത്തിലുള്ള വിധി ഏറ്റുവാങ്ങാനും അത് നടപ്പിലാക്കാനും സജ്ജമാക്കുന്ന വിധത്തിൽ അവരെ മാനസികമായി തയ്യാറെടുക്കാൻ വേണ്ട ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. സാമൂഹ്യമായൊരു തിന്മ എന്നുള്ള നിലക്ക് അതിനെ നിർണയിക്കപ്പെടുകയും എന്നാൽ അതിന് ദൈവികമായ ശിക്ഷ എന്ത് എന്നത് തീരുമാനിക്കപ്പെടാനിരിക്കുന്നു എന്ന സൂചന നൽകുകയും മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോ
സൂറത്തുൽ നൂറിന്റെ തുടക്കത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ വിധിയോടുകൂടി അത് ഒരു ക്രിമിനൽ കുറ്റമായി ശിക്ഷ നൽകപ്പെടേണ്ട, ഭരണകൂടം ശിക്ഷ നടപ്പിലാക്കേണ്ടതായ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് തന്നെ നിർദ്ദേശിക്കപ്പെടുകയാണ് ഇവിടെ. ഇത് ഈ സൂറത്തുൽ നൂറിന്റെ തുടക്കത്തിലുള്ള ഈ ആദ്യത്തെ 2 ആയത്തുകളിലായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വ്യഭിചാരിക്കും വ്യഭിചാരിണിക്കുമുള്ള ശിക്ഷ, ഇത് കേവല വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ് എന്നത് എല്ലാ മദ്ഹബുകളുടെയും ഇമാമുമാര് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആദ്യ തലമുറയിലെ ആ പണ്ഡിതന്മാരൊക്കെയും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുപോലെ തുടർന്ന് ഖുലഫാഉർ റാഷിദുകളുടെ നടപടികളുടെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ശിക്ഷ കേവല വ്യഭിചാരത്തിനുള്ളതാണ്. വിവാഹിതരുടെ പരസ്ത്രീഗമനത്തിനുള്ള ശിക്ഷയല്ല എന്നത് എല്ലാ പണ്ഡിതന്മാരും എല്ലാ പ്രമുഖരായ ഫിഖ് മദ്ഹബുകളുടെ ഇമാമുമാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇക്കാര്യത്തില് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചത് മുഅ്തസിലി അതുപോലെ ഖവാരിജി വിഭാഗങ്ങളിൽ പെടുന്ന പണ്ഡിതന്മാരും മാത്രമാണ്, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. അവര് ഇസ്ലാമിക അടിത്തറയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയ, അകന്നു പോയ വിഭാഗങ്ങളായിട്ട് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരുമായ വിഭാഗങ്ങളാണ് ഖവാരിജികളും മുഅ്തസിലികളും ഒക്കെ. അവരൊഴികെയുള്ള ബാക്കി എല്ലാ പണ്ഡിതന്മാരും, മദ്ഹബുകളുടെ പണ്ഡിതന്മാര്, അതുപോലെ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളിലൂടെ വിവാഹിതരുടെ വ്യഭിചാര വൃത്തിക്കുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെട്ടതും അത് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. 1ഉം 2ഉം സംഭവങ്ങളും അല്ല, അതുപോലെ 1ഓ 2ഓ ഹദീസുകളുമല്ല. അതില് പൊതുധാരണ ഉണ്ടാകുന്ന വിധത്തിൽ തന്നെ വിവാഹിതരുടെ വ്യഭിചാര വൃത്തിക്കുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലലാണ് എന്നത് സ്ഥാപിതമായ, സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഹിജ്റ 3-ാം വർഷത്തിലാണ് ഇതിന്റെ ഇത് സംബന്ധമായ വ്യഭിചാര സംബന്ധമായ വിഷയത്തിന്റെ ആദ്യ സൂചന ഖുർആനില് നമുക്ക് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവിടെ ഹിജ്റ 6-ാം വർഷത്തില് സൂറത്തുൽ നൂറിന്റെ തുടക്കത്തില് ഈ നിയമനിർദ്ദേശം നൽകപ്പെടുന്നത്. ഇത് ഇപ്പോ ഒരു ക്രിമിനൽ ഒഫൻസ് എന്നുള്ള നിലക്ക് ഭരണകൂടം ശിക്ഷ നടപ്പിലാക്കേണ്ട ഒരു വിഷയമായിട്ടാണ്. അക്കാര്യത്തിൽ യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ശിക്ഷാവിധി ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇത് ഫോർണിക്കേഷനുള്ള, അവിവാഹിതരുടേതായ അല്ലെങ്കിൽ കേവല വ്യഭിചാരത്തിനുള്ള ശിക്ഷയായിട്ടാണ് ഇസ്ലാമിക ലോകത്ത് ഒരു പൊതു ധാരണ തന്നെയുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. വിവാഹാനന്തര വ്യഭിചാരത്തിന് നേരത്തെ തന്നെ വേദങ്ങളിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ശിക്ഷ നടപ്പിൽ ആക്കപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പലപ്പോഴായിട്ട് അതിൽ വീഴ്ചകൾ വരുന്നുണ്ടെങ്കിലും, അതില് വെള്ളം ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഏറ്റവും ഏറെ അവഗണിക്കപ്പെട്ടിരുന്നത് അവിവാഹിതരുടെ വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ്. അത് വളരെ നിസ്സാരമായി കാണുകയും അത് തെറ്റാണ്, പക്ഷെ ശിക്ഷിക്കപ്പെടുകയൊന്നും വേണ്ടതില്ല എന്ന ഒരു മനോഭാവവും വളർന്നു വന്നിട്ടുണ്ടായിരുന്നു ക്രൈസ്തവ യഹൂദ സമൂഹങ്ങളിലും, അതുപോലെ പൂർവിക വേദങ്ങളുടെ അനുയായികളുടെ സമൂഹങ്ങളിലും തന്നെ. അതുകൊണ്ട് വ്യഭിചാര വൃത്തി വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതിന് വലിയ അനന്തരഫലങ്ങളൊന്നും ഉണ്ടായില്ല. ആളുകള് അതത്ര ഗൗരവത്തിൽ കാണാറില്ല. അത്
പലപ്പോഴും അതിന് ഒരു പ്രോത്സാഹനമാവുന്ന വിധത്തിലുള്ള സാമൂഹ്യ അതുപോലെ കോടതി നടപടികളും സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് നിലനിന്നിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ കുത്തഴിഞ്ഞ അവസ്ഥ അവസാനിപ്പിക്കുന്ന വിധത്തില് കേവല വ്യഭിചാരം തന്നെ വലിയ പാതകമാണ്, വലിയ അധാർമികതയാണ്, ശിക്ഷാർഹമായ കുറ്റമാണ് എന്നത് സ്ഥാപിക്കപ്പെടുകയാണ് ഈ ആയത്തുകളിലൂടെ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ നിസായിലെ 15-ാമത്തെ ആയത്തും അതുപോലെ 25-ാമത്തെ ആയത്തുമാണ് വളരെ ഗൗരവമുള്ള കടുപ്പമുള്ള ഒരു ശിക്ഷ തന്നെ ഈ വ്യഭിചാര വൃത്തിക്ക് നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പോ ഹദീസിൽ നിന്നാണ്, ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ചില നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹിതരുടെ വ്യഭിചാര വൃത്തിക്കുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലലാണ് എന്നത് സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് കേവലം 1-2 ഹദീസുകളോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ല, അത് ധാരാളം ഹദീസുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട 2-3 സംഭവങ്ങളിലൂടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയത്തിന് അവസരമില്ലാത്ത വിധത്തില് നടപ്പിലാക്കിയ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് അതിന് പിൻബലം. അപ്പോ എറിഞ്ഞു കൊല്ലലാണ് ഈ വിവാഹിതരായ ആളുകൾ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിനുള്ള ശിക്ഷയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് പൂർവിക വേദങ്ങളുടെയും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അതിനെ പുനഃസ്ഥാപിക്കുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും വളരെ നിസ്സാരമായി ഗണിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വളരെ വ്യാപകമായി അധാർമികത പരക്കാൻ കാരണമായ ഒരു കാര്യം ഫോർണിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ വിവാഹപൂർവ വ്യഭിചാര വൃത്തി. ഇത് വളരെ നിസ്സാരമായിട്ട് ഗണിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതിനെ തടയിടുന്ന വിധത്തിലുള്ള നിയമനിർദ്ദേശമാണ് ഇവിടെ സൂറത്തുൽ നൂറിന്റെ തുടക്കത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേവലമായ പ്രഖ്യാപനം മാത്രമല്ല ഇക്കാര്യത്തിലുള്ളത്. പല വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ തന്നെ ഇതിൽ നടപ്പിലാക്കിയ സംഭവങ്ങൾ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഖുലഫാഉർ റാഷിദുകളില് എല്ലാവരും തന്നെ ഈ വിധത്തിലാണ് വിധി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നതും നമുക്ക് കാണാൻ കഴിയും. 4 ഖലീഫമാരും അവരുടെ കാലഘട്ടങ്ങളിൽ വിവാഹിതരുടെ വ്യഭിചാര വൃത്തിക്ക് എറിഞ്ഞുകൊല്ലൽ ശിക്ഷ തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. 4-ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഒരു വ്യത്യസ്തമായ അഭിപ്രായം നിലനിന്നിരുന്ന ഒരു കാര്യം, വിവാഹിതരുടെ വ്യഭിചാര വൃത്തിക്ക് ഖുർആൻ നിർദ്ദേശിക്കുന്ന 100 അടിയും കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള എറിഞ്ഞുകൊല്ലലും, ഇത് രണ്ടും നടപ്പിലാക്കി എന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. വിവാഹിതരായ ആളുകള് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട കേസിൽ ആദ്യം 100 അടി നടപ്പിലാക്കുകയും പിന്നീട് എറിഞ്ഞുകൊല്ലുകയും ചെയ്തു എന്നതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടന്നിട്ടുള്ള ഒരു കാര്യം എന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ആദ്യ നൂറ്റാണ്ടുകളില് ഈ വിഷയങ്ങളില് ആർക്കും അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ല. വലിയ യോജിപ്പോടു കൂടിയുള്ള ഒരു നടപടിയായിട്ട്, ഒരു ശിക്ഷാ നടപടിയായിട്ടാണ് വിവാഹിതരുടെ വ്യഭിചാര വൃത്തി, അതിനുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലലാണ് എന്നത് നടപ്പിലാക്കപ്പെട്ടിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തായിട്ടാണ് എക്കാലത്തെയും ഫുഖഹാക്കള്
അക്കാര്യത്തില് ഏകാഭിപ്രായക്കാരുമായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഖവാരിജുകളും മുഅ്തസിലികളുമാണ് ആദ്യമായിട്ട് ഈ വിഷയത്തില് അഭിപ്രായ ഭിന്നതയുമായിട്ട് രംഗത്ത് വരുന്നത്. അവര് ഹദീസ് നിഷേധമായിരുന്നു ഈ രണ്ട് വിഭാഗങ്ങളുടെയും പ്രവർത്തന ശൈലിയുടെ ഒരു അടിത്തറ എന്നതും ചരിത്രത്തിലുടനീളം ആ പ്രവണത കാണിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ വിധിക്കെതിരിൽ നിലകൊള്ളുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളെ അംഗീകരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവയെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തന രീതി സ്വീകരിക്കുന്ന വിഭാഗങ്ങള് എല്ലാ കാലഘട്ടങ്ങളിലും ആദ്യത്തെ ഒന്നോ രണ്ടോ തലമുറകൾക്ക് ശേഷമുള്ള പല ഘട്ടങ്ങളിലുമായിട്ട് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സംശയാസ്പദമായ വിധത്തില് ഒരു സ്ത്രീയെയും പുരുഷനെയും കാണപ്പെട്ടു എന്നതിന്റെ പേരിലൊന്നും ഇസ്ലാമില് അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയമില്ല. ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു എന്നതോ സംശയിക്കാൻ കാരണമാകുന്ന വിധത്തില് ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് കാണാനിടയായി എന്നതോ എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ട് അവര് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിച്ചിട്ട് ശിക്ഷ നടപ്പിലാക്കുക എന്ന പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. സംശയാസ്പദമായ രീതിയിൽ പുരുഷനെയും സ്ത്രീയെയും കാണുകയാണെങ്കിൽ അവര് കുറ്റകരമായ രീതിയിലാണ് അടുപ്പത്തിലുണ്ടായിരുന്നത് എന്നത് ബോധ്യപ്പെടുകയാണെങ്കിൽ പരമാവധി ഇസ്ലാമിക കോടതിയുടെ ജഡ്ജ് അവർക്ക് നൽകുന്ന ശിക്ഷ 10 താഴെ അടി മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യം, അള്ളാഹു ശിക്ഷാവിധി നിർണയിച്ചു വെച്ചിട്ടുള്ള വിഷയങ്ങളിലല്ലാതെ ഒരു ജഡ്ജ് സ്വന്തം നിലക്ക് ഒരു തെറ്റിന് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ 10 അടിയിൽ കൂടുതൽ 10 ജിൽദത്തിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ. അപ്പൊ ഇങ്ങനെ വല്ല സംശയവും വിഷയങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷയോ അല്ലെങ്കിൽ അവിവാഹിതരാണെങ്കിൽ 100 അടി നൽകുന്ന ശിക്ഷയോ ഒന്നും സംശയത്തിന്റെ പേരിൽ തെളിയിക്കപ്പെടാത്ത വിഷയങ്ങളിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു നടപടിയും ഇസ്ലാമിലില്ല. അപ്പോ അതുപോലെ തന്നെ ഒരാള് ഇസ്ലാമിന്റെ സാമൂഹ്യ സംവിധാനമോ അല്ലെങ്കിൽ പോലീസ് സംവിധാനമോ ഒന്നും ഒരാളെ ഇത്തരം തെറ്റിന്റെ പേരിൽ പിടിക്കുകയും അതിന്റെ പേരിൽ വിചാരണക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാൾക്ക് ഇങ്ങനെയുള്ള തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് ഒരാള് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ കാര്യത്തില് അയാളെ ശിക്ഷയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട ഒരു നിർദ്ദേശം ഇസ്ലാം നൽകുന്നില്ല. അവര് തൗബ ചെയ്ത് മടങ്ങുകയേ വേണ്ടതുള്ളൂ. തൗബ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയുമാണ് വേണ്ടത്. ഈ വിഷയത്തില് കൃത്യമായ തെളിവുകള്, ദൃക്സാക്ഷികൾ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. 4 സാക്ഷികൾ കണ്ട ഈ വ്യഭിചാരവൃത്തി ചെയ്യുന്നത് കണ്ട 4 സാക്ഷികൾ വളരെ അനിവാര്യമാണ് ഒരാളുടെ മേല് ഈ ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ. അത് ഒരു സ്ത്രീയും പുരുഷനും അടുത്തിരിക്കുന്നതായിട്ടോ അവര് പരസ്പരം ആലിംഗനം ചെയ്യുന്നതായിട്ടോ ഉള്ളതൊന്നും കണ്ടാലും പോരാ. വളരെ കടുപ്പമുള്ള നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നൽകിയിട്ടുള്ളത്. അതിന്റെ ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വന്ന് കൺഫ്യസ് ചെയ്ത വിഷയത്തിൽ പോലും അദ്ദേഹത്തെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാതിരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഒരു സുറുമക്കുപ്പിയില് സുറുമക്കോലിടുന്നത് പോലെ, കിണറില് കയറ് ഇടുന്നത് പോലെ നീ കണ്ടോ, നീ ചെയ്തോ എന്ന വിധത്തില് അല്ലെങ്കിൽ അങ്ങനെ നീ കണ്ടോ എന്ന വിധത്തില് സാക്ഷികളോട് ചോദിക്കുന്ന, ഉറപ്പുവരുത്തുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ വ്യഭിചാര വൃത്തി അതിന്റെ
ഫിസിക്കലായ വാജൈനൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന സംഗതി ചെയ്തതായിട്ട് തന്നെ സാക്ഷികൾ ഉണ്ടാവണം. അത് തന്നെ 4 പേരിൽ 3 പേരെ അത് ശരിക്ക് കണ്ടിട്ടുള്ളൂ. 4-മത്തെ ആള് കണ്ടത് ഇത്ര കൃത്യതയോടുകൂടിയല്ല എങ്കിൽ പോലും ശിക്ഷ നടപ്പിലാക്കാൻ പറ്റില്ല. 4 പേരും ഈ വിധത്തിൽ കണ്ടതായിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിലേ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഇത് സംബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളിൽ നിന്ന് സ്ഥാപിതമായിട്ടുള്ള കാര്യം. അപ്പോ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇസ്ലാമിക സമൂഹത്തില് വ്യഭിചാരത്തിന് ശിക്ഷ നടപ്പിലാക്കപ്പെടുക എന്നൊരു സംഗതി ഉണ്ടാവുള്ളൂ. പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്ത്രീ ഗർഭിണിയായാൽ പോലും അത് തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റൂല വ്യഭിചാരത്തിന് എന്നാണ്. വ്യഭിചാരത്തിന് തെളിവായിട്ട് ഗർഭം പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഫുഖഹാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി. അതിനൊരു കാരണവും അവർ പറയുന്നത്, ഒരു സ്ത്രീ ഗർഭിണിയാവാൻ പുരുഷന്റെ ബീജം ശുക്ലകണം അവളുടെ ഗർഭപാത്രത്തിൽ എത്തുകയേ വേണ്ടതുള്ളൂ. അതിന് അവര് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടണം എന്നത് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തില് ഈ ബീജങ്ങള് വായ്പ വാങ്ങുന്നതും ഗർഭധാരണത്തിന് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നതും ഒക്കെ ആയ സംഭവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് വ്യഭിചാര വൃത്തി നടന്നു എന്നതിനുള്ള തറപ്പിച്ച് പറയാവുന്ന ഒരു തെളിവല്ല ഗർഭധാരണം എന്ന് വരെ പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധി നിർദ്ദേശങ്ങളുടെ താല്പര്യം ജനങ്ങളെ എപ്പോഴും പിടികൂടി ശിക്ഷ നടപ്പിലാക്കുക എന്നതല്ല, മറിച്ച് സമൂഹത്തില് തിന്മ വ്യാപിക്കാത്ത വിധത്തിൽ സമൂഹത്തെ കാത്തുരക്ഷിക്കുക എന്നതാണ്. അപ്പോ വളരെ കടുത്ത ശിക്ഷ നിർദ്ദേശിക്കുകയും എന്നാൽ വളരെ കണിശമായ നിബന്ധനകൾ വെക്കുകയും ചെയ്തതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം വ്യഭിചാരവൃത്തിയെക്കുറിച്ച് വളരെ ഗൗരവമുള്ള, ഭീതിയുള്ള, പേടിയുള്ള ഒരവസ്ഥ സംജാതമാകുന്നു, അപൂർവമായിട്ട് മാത്രം നടപ്പിലാക്കപ്പെടുന്നു എന്നതാണ്. 4 ദൃക്സാക്ഷികള് ഞാൻ ഈ പറഞ്ഞ വിധത്തിലൊക്കെ ഉണ്ടെങ്കിലാണ് ഒരാളെ നിയമ നടപടിക്ക് വിധേയമാക്കിക്കൊണ്ട് അയാളെ ശിക്ഷിക്കാൻ സാധിക്കും. മറിച്ച് ഒരേ ഒരു സാധ്യതയുള്ളത്, ഒരാള് തനിക്ക് ഇങ്ങനെ താൻ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു എന്ന കാര്യം ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ അടുക്കൽ വന്നിട്ട് വെളിപ്പെടുത്തുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് 3 തവണ വ്യഭിചാര വൃത്തി സംബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുകയും എന്നെ ശുദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് നീ പശ്ചാത്തപിക്ക് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക കേസില് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറയുന്നുണ്ട്, നീ 4-മത് ഇനിയും പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കുമെന്ന്. അപ്പോ 4-മത് ബന്ധപ്പെട്ട ആള് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ 4 തവണയെങ്കിലും ഒരാള് ആവർത്തിച്ച് തനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നത് പരസ്യമായി വന്ന് കൺഫ്യസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടുക, അതിന് അവസരം ഉണ്ടാകുക എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ശിക്ഷ നടപ്പിലാക്കുക, ആളുകളെ നിരന്തരം ശിക്ഷക്ക് വിധേയമാക്കുക എന്നതല്ല, വളരെ കടുത്ത ശിക്ഷ നിർദ്ദേശിച്ചുകൊണ്ട് എന്നാൽ വളരെ കൃത്യമായ കണിശമായി പാലിക്കേണ്ട നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റാണ് എന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെയുള്ള തിന്മ സമൂഹത്തില് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ
നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരാള് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: മദീനക്ക് വെളിയിൽ ഒരിടത്ത് വെച്ച് ഞാനൊരു സ്ത്രീയെ ഉണർന്നു. അവരുമായി വാജൈനൽ ഇന്റർകോഴ്സ് അല്ലാത്ത എല്ലാം ഞാൻ ചെയ്തു. അവരെ ആലിംഗനം ചെയ്തു, ചുംബിച്ചു, അവരെ കെട്ടിപ്പുണർന്നു, ഇങ്ങനെ പലതും ചെയ്തു. ഇത് സംഭവിച്ചു പോയി അള്ളാഹുവിന്റെ ദൂതരെ. അതുകൊണ്ട് താങ്കൾ എന്നെ എന്ത് ശിക്ഷയാണെങ്കിലും നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വരികയുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. സത്യവിശ്വാസം അവരിൽ സൃഷ്ടിച്ചിരുന്ന പശ്ചാത്താപ മനസ്ഥിതി കൊണ്ടാണ് അങ്ങനെ വന്ന് പറയാൻ ആ വ്യക്തി മുതിർന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത് വന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് അയാളോട് പറഞ്ഞു, അള്ളാഹു മറച്ചു വെച്ചത് നിനക്കും മറച്ചു വെക്കാമായിരുന്നില്ലേ? നീ ഇത് ചെയ്തത് ആരും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ, അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ, നിനക്കത് മൂടി വെച്ചുകൂടായിരുന്നു? നീ എന്തിനാണ് ഇവിടെ വന്നിട്ട് അള്ളാഹുവിന്റെ ദൂതന്റെ അടുക്കൽ വന്ന് അത് പറയുകയുണ്ടായത്? നിനക്കും മറച്ചു വെക്കാമായിരുന്നില്ലേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് മൗനം പാലിക്കുകയാണ് ചെയ്തത്. കുറച്ചു കഴിഞ്ഞ് അയാളെ തിരികെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സൂറത്തുൽ ഹൂദിലെ ഒരു ആയത്ത് കേൾപ്പിക്കുകയാണ്. വഅഖിമി സ്വലാത്ത ത്വറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്. ഇതാണ് ആ ആയത്ത്. നീ പകലിന്റെ രണ്ടറ്റങ്ങളിലും പകലിന്റെ രണ്ട് ഘട്ടങ്ങളിലും രാത്രിയുടെ ചുരുങ്ങിയത് 3 സന്ദർഭങ്ങളിലുമായിട്ട് നമസ്കാരം നിർവഹിക്കുക. നിശ്ചയമായിട്ടും നന്മ തിന്മയെ ഇല്ലാതാക്കി കളയും എന്നാണ് ആ ആയത്തിന്റെ ആശയം. ഈ ആശയം അടങ്ങിയ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കേൾപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നിനക്ക് വന്നു പോയ വീഴ്ചകളിൽ നിന്ന് മുക്തി നേടാൻ, അയാള് വ്യഭിചരിച്ചിട്ടൊന്നുമില്ല, വ്യഭിചാരത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള അതിന്റെ പ്രാഥമികമായ സംഗതികളൊക്കെ ചെയ്തു എന്നാണ് പറയുകയുണ്ടായത്. അപ്പോ ഇത്തരം തിന്മകളിൽ നിന്ന് മുക്തി നേടാൻ നീ നമസ്കാരം വർദ്ധിപ്പിക്കുക, നമസ്കാരത്തിന് ശ്രദ്ധ നൽകിക്കൊണ്ട് അതിലേക്ക് തിരിയുക. നന്മ തിന്മയെ ഇല്ലാതാക്കി കളയും എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോ കേട്ടുനിന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചത്, പ്രവാചകരെ, ഇത് എല്ലാവർക്കും ബാധകമാണോ അതോ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഇളവ് എന്നാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് എല്ലാവർക്കും ബാധകമാണ്. തെറ്റുകള് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ആളുകൾ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയും നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തുകൊണ്ട് തിന്മയെ തങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകണം എന്നതാണ് ഈ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്റെ സൂചന. എന്നാൽ ആരെങ്കിലും തങ്ങൾ തെറ്റ് ചെയ്തു, ലൈംഗികമായ ഈ അപരാധം ചെയ്തു എന്ന കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയിൽ കൊണ്ടുവരാം. സമയം ഒരുപാട് അധികരിച്ചിട്ടുണ്ട്, ഞാൻ ക്ലോക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.